നമസ്കാരം. പുതിയ അധ്യയന ദിവസത്തിലേക്ക് സ്വാഗതം. അധ്യയന ദിവസമായിട്ടൊന്നുമില്ല, പക്ഷേ ആദ്യത്തെ സെറ്റ് പരീക്ഷ ഒരാഴ്ചത്തെ മുടക്ക് കഴിഞ്ഞത് അടുത്ത സെറ്റ് പരീക്ഷയ്ക്കുള്ള തുടക്കം ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. സന്തോഷമുണ്ടാ കാര്യത്തിൽ, പക്ഷെ ഇപ്പോഴും സമ്മറായിട്ടില്ല എന്നൊരു ദുഃഖം മാത്രം. നല്ല വെളിച്ചമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നല്ല തണുപ്പുമുണ്ട്. എന്ത് ചെയ്യാൻ, ക്ലാസ്സിൽ പോവാ, ഇത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. പക്ഷേ നമുക്ക് ആ ഒരു മൂഡും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. കാരണം ഇത്രയും ദിവസം ജോലി ചെയ്തിട്ട് ആ ഒരു വർക്ക് സെറ്റിലാണ് നമ്മുടെ തല മൊത്തത്തിൽ അങ്ങോട്ട് ഇരിക്കണേ. ഇനി അവിടെ നിന്ന് മൊത്തം റിസൈൻ ചെയ്യണം, തലയിലെ ഓരോ ഭാഗങ്ങൾ, എന്നിട്ട് തിരിച്ച് പഠിത്തത്തിലേക്ക് വരണം. ഇനി അടുത്ത വെക്കേഷൻ ആവണ വരെ ഇത് തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാവുമായിരിക്കും, ശരിയാവാതിരിക്കും, എനിക്കറിയാൻ പാടില്ല. പക്ഷെ പരീക്ഷ ആയി കഴിയുമ്പോൾ നമ്മൾ മുന്നേ കട്ടിക്കൂട്ടിയ പോലെ കട്ടക്ക് ഇരുന്ന് പഠിക്കും, പരീക്ഷ എങ്ങനെയും പാസ്സാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു നീക്കുപോക്ക്. ബട്ട് ഇതൊന്നുമല്ല, നമ്മൾ പോകുന്നു. ഇപ്പോൾ ആദ്യത്തെ ക്ലാസ് കാലത്ത് 8 മണിക്കാണ് ക്ലാസ്. ഇപ്പോൾ സമയം 7:45 ഇവിടെ നിന്ന് 15 മിനിറ്റ് പയ്യെ പോടാ. ആ ഒരു ട്രക്ക് പോകണുണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് 15 മിനിറ്റ് പോകുന്നു, പോയിട്ട് ബാക്കി കാര്യങ്ങൾ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പോയിന്റിൽ നമുക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ നേരിടേണ്ടി വരും. നമ്മുടെ കൂടെ ചിലപ്പോൾ കുറേ ആൾക്കാർ കാണുമായിരിക്കും, നമ്മുടെ അണികളായിട്ട് ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും, എല്ലാം കാണുമായിരിക്കും. പക്ഷേ ചില പോയിന്റിൽ നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. ഇപ്പോൾ തീരുമാനം എടുക്കാനാവട്ടെ, ചിലപ്പോൾ എന്തെങ്കിലും കേസ് തീർക്കാനാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് തുടങ്ങാനാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് നേതൃത്വം വഹിക്കാനാവട്ടെ, എന്തിനെങ്കിലും ഒറ്റയ്ക്ക് നമ്മളങ്ങോട്ട് ഇറങ്ങേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു റിയാലിറ്റി ഉണ്ട്. ഇപ്പോൾ സിനിമയിലൊക്കെ കാണിക്കും 10 ആൾ നമ്മുടെ കൂടെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടോ. പക്ഷേ റിയാലിറ്റിയിൽ ഇപ്പോൾ അബ്രോഡ് ലൈഫിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന ഒരാളാണെങ്കിൽ വൺ വേ ഓർ അനദർ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ എനിക്ക് ആ ഒരു പോയിന്റിൽ നിങ്ങളോട് പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവ് യുവർ സെൽഫ്. കാരണം നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു കാലിബർ, നിങ്ങളുടെ ഒരു കപ്പാസിറ്റി, അതൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരുത്തന് നിങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ഇന്നെവിറ്റബിൾ ആയിരിക്കണം, നമ്മുടെ അയൺമാനെ പോലെ സീനായിക്കോണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഞാൻ ക്ലാസ്സിൽ പോട്ടെ. ഒരു ക്ലാസ് കാലത്ത് 8 മണിക്ക്, ഒരു ക്ലാസ് അത് കഴിഞ്ഞ് 11 മണിക്ക്. 11 മണിയാണെന്ന് തോന്നുന്നു, ഐ ഗസ്, ഐ എം നോട്ട് ഷുവർ. അപ്പോൾ ക്ലാസ്സിൽ പോട്ടെ. വലിയ സുഖമില്ലാത്ത ബോറ് ക്ലാസ്സാണ്, വെറുതെ പോയിരിക്കട്ടെ. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഇനി എന്ത് അരമണിക്കൂറിലാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു ബ്രേക്ക്. കാള ഉണ്ടോയെന്ന് നോക്കാൻ പോകാം. ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കാളേനെ നിർത്തലും പരിപാടിയൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ആൻഡ്രോളജി ക്ലാസ് ഇങ്ങനെ പോകുന്നു. ഒക്കെ കണ്ണൊക്കെ തൂങ്ങിപ്പോവുക. ക്ലാസ്സിൽ ഒരാഴ്ചയില്ല. എന്ത് ചെയ്യുക? ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി തൊണ്ടയ്ക്കെന്തോ ഒരു വശപശക്. ഞാൻ ഒരു കാപ്പി പിടിച്ച് കുടിക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ പ്രശ്നമേ ശരിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചായ മേടിക്കാൻ പോകുന്നു. അറിയാൻ പാടില്ല. ക്ലാസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ബോറ് ക്ലാസ്സാണ് സത്യം പറയാമല്ലോ. ആൻഡ്രോളജി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ കുറേ മൃഗങ്ങളുണ്ടല്ലോ, ഓരോരുത്തരുടെ സ്പേം കളക്ഷൻ, അതിൻ്റെ ടെമ്പറേച്ചർ, ഉത്തമമായൊരു മെയിലിനെ ചൂസ് ചെയ്യുന്ന പരിപാടികൾ, അങ്ങനത്തെ ഒരു ക്ലാസ്. വലിയ കുഴപ്പമില്ല, കണ്ടിരിക്കാം, കേട്ടിരിക്കാം. പക്ഷെ പരീക്ഷയ്ക്ക് നമ്മൾ തന്നെ ഇങ്ങോട്ട് കത്തിക്കണം. ക്ലാസ് മോശമായാലും നല്ലതായാലും എങ്ങനത്തെ ആയാലും പരീക്ഷയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ചായ, അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് മിൽക്ക് ഹൈജീനാണ് അടുത്ത. അതും തന്നെ പാലിനെ കുറിച്ചുള്ള കുറേ പരിപാടികൾ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലാത്തതും ഉണ്ട്, പ്രശ്നമില്ല. പക്ഷേ മെയിൻ സബ്ജക്റ്റ് നമ്മളെ കത്തിച്ചളയും, അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാൻ പോയി ചായ മേടിച്ച് കുടിക്കട്ടെ. നേരാവട്ടെ. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്ലാസ്. അത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് എന്തൊക്കെയൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ കാലാവസ്ഥയാണെങ്കിൽ ചൂടുമുണ്ട്, തണുപ്പുമുണ്ട്. നല്ല വെയിൽ നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, നല്ല വെയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷർട്ട് ഒരു സൈഡിലും അതിൻ്റെ കൂട്ടത്തിൽ തണുപ്പുണ്ട് ആണ് ഒരു സൈഡിൽ ജാക്കറ്റിൻ്റെ പകുതി ഇട്ടേക്കുന്നത്. സമ്മർ ഈ അടുത്ത കാലത്തെങ്കിലൊക്കെ ആയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലിങ്ങിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത, ചൂടായിരിക്കുകയാണ്. അരമണിക്കൂറോടെ വെറുതെ ചൊറിയും കുത്തിയിരുന്നു, എങ്കിലും കുഴപ്പമില്ല, ചൂടായിട്ടുണ്ട്. പക്ഷെ ജാക്കറ്റ് ബാഗിൽ കയറ്റാൻ മടിയായതുകൊണ്ട് ഞാനെടുത്ത് ഇട്ടുമെന്ന് മാത്രം. ക്ലാസ് പ്ലിങ്ങി തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇതിങ്ങനത്തെ സാഹചര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അവസാന നിമിഷം ചില നാറിയ പ്രൊഫസർമാർ മെസ്സേജ് അയക്കും,
എനിക്ക് വയ്യ മോനൂസ്, നിങ്ങൾ പൊക്കോളൂ. ആ സ്കീമിലാണ് ഇന്നത്തെ ക്ലാസ് ക്യാൻസൽ ആയിരിക്കുന്നത്. സന്തോഷകരമായി നമ്മൾ തിരിച്ചു പോകുന്നു. ഇനി പോവല്ല, ബിദ്രോങ്കെ പോകണം, കാരണം മേരെ പാസ് കുച്ച് നഹി ഹേ. അപ്പം ശരി. എങ്ങനെ ഇരുന്ന മുതല നമ്മുടെ തക്കാളി, ഇത്രയും കിഡിലും തക്കാളി. സമ്മറായപ്പോൾ വിലയൊക്കെ കുറഞ്ഞ് 14 നിന്നും 6.99 അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് തക്കാളിയുടെ വില. ഇനി കുറച്ചും കൂടി ചൂടാവട്ടെ, അപ്പം ഞാൻ നിങ്ങളെ വാരി കൂട്ടിയെടുക്കും. അതായത് 3 സ്ലോട്ടി 4 സ്ലോട്ടിക്കൊക്കെ വരും. ആപ്പിളൊന്നും വേണ്ട, നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്തതല്ലേ. പഴത്തിന് ഓഫറില്ല, ബത്തയ്ക്കൊക്കെ ഓഫറുണ്ടല്ലോ, 5.99. ബത്തയ്ക്ക നീ ഇവിടെ അർബൂസ്ന്നാ പറയാം, പക്ഷെ നമുക്ക് വേണ്ട, കാരണം ഇതേ സാധനം 1 സ്ലോട്ടിക്ക് 1 കിലോയ്ക്ക്. ഇതൊന്നും വേണ്ട. മാങ്ങ പഴുത്താണെങ്കിൽ ഒരെണ്ണം എടുക്കാം, അല്ല പച്ച എനിക്ക് വേണ്ട. പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് എടുക്കാറുള്ള സാധനം എടുക്കൽ ഞാൻ നിർത്തി കേട്ടോ, കാരണം അധികം പുറത്തെ ഫുഡ് കഴിക്കുന്നത് മോശമാണെന്നാണ് എൻ്റെ ഉടമസ്ഥർ പറഞ്ഞത്. എൻ്റെ ഉടമസ്ഥർ അതായത് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാംസത്തിന് അധികം വലിയ ഓഫറുകൾ ഇല്ല. പോത്തിറച്ചി വേണ്ട നമുക്ക്, കോഴി ബബ്ബിറച്ചി അപ്പാപ്പൻ നിൽക്കണമല്ലോ, അപ്പാപ്പൻ പോയിട്ട് വരാം. പന്നിയിറച്ചിക്ക് ഓഫറില്ല, 12.99, 18. എൻ്റെ അമ്മേ. പിന്നുള്ളത് ബാർബിക്ക് അടിക്കാനുള്ള സാധനത്തിനൊക്കെ ഓഫറുണ്ട്, പക്ഷെ നമുക്ക് ബാർബിക്ക് അടിക്കണ്ട. കോഴി ബബ്ബയ്ക്ക് ഓഫറുണ്ട്, 6.49, 6.49. ഇഷ്ടം പോലെ ബാക്കിയുണ്ടല്ലോ. അപ്പം ചില്ല ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. വേറെ ഈ ഇറച്ചിക്കൊക്കെ ചെറിയ ചെറിയ ഓഫറുള്ള എനിക്ക് ഇഷ്ടമല്ല. ബിയറിന് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ പട്ടി പിടിക്കും. പിന്നെ ഇവിടെ എന്തോ ഉള്ള ഇവിടുത്തെ ഐശം കഴിഞ്ഞു. എത്ര നേരത്തെ വന്നാലും ഇത് തന്നെയാണല്ലോ ഗതി. വേറെ ഓഫറുകൾ ഞാനൊന്നും കാണുന്നില്ല. പെപ്സിക്ക് 6.49, അത് 4 കുപ്പി എടുക്കുകയാണെങ്കിലുള്ള കേസാണ്. 4 കുപ്പി എടുക്കുകയാണെങ്കിൽ ഓരോ കുപ്പിക്കും 6.49 വെച്ചിട്ട്. പിന്നെ വേറെ പച്ചക്കറി ആയിട്ട് സവോള എൻ്റെ അന്ന് മേടിച്ച 10 കിലോ ഇല്ല നമ്മൾ കൗഫിലൻ്റെ നിന്ന് എടുത്ത്, അതിപ്പോഴും ഉണ്ട്, അതുകൊണ്ട് വേണ്ട. പച്ചക്കറിക്ക് ഞാൻ ഓഫറില്ല, ആകെ ഇറച്ചിക്ക് മാത്രം ഓഫർ. ഇത് എന്ത് തേങ്ങ ഇത്? ഇപ്പം തന്നെ നമുക്ക് 3-4 പറക്കാം. വേറെ ഒന്നുമില്ല. വേറെ ഒരു ഉള്ളിലേക്ക് പോയി ചിലപ്പോൾ മുട്ടയ്ക്ക് ഉണ്ടെങ്കിൽ മുട്ടയ്ക്ക് സെറ്റ് എടുക്കാം. മയോണൈസിന് ഓഫർ ഉണ്ട് കേട്ടോ, 10.99. വേറെ പ്രത്യേകിച്ച് ഓഫറൊന്നും ഞാൻ കാണുന്നില്ല. മുട്ട വേണ്ട, മീഡിയം 10 സ്ലോട്ടി കൂടുതലാണ്, നമുക്കത് 8 സ്ലോട്ടിക്ക് കിട്ടണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓഫർ ഈ ആഴ്ചയിലത്തെ. വേറെ ഓഫറൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ശുഭം, ബില്ല് ചെയ്യുമ്പോൾ കാണാം. ഓക്കെ, നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ വാങ്ങിച്ചു എന്നറിയണ്ടേ? ഒരു കോഴിക്കറിക്കുള്ള കോഴി, അതായത് 1.5 കിലോ കോഴി മേടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാമ്പാറിന് വേണ്ട ഉരുളൻകിഴങ്ങ്, തക്കാളി, ക്യാരറ്റ്, പരിപ്പ്, ഇത്രയും സാധനങ്ങൾ കൂടി മേടിച്ച് നമ്മൾ ആഘോഷകരമായി പിന്നെയും ഒരു 18 സ്ലോട്ടി ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് നമ്മൾ ഇങ്ങനെ കൊണ്ട് തീർക്കുന്നു. അപ്പോൾ നമുക്കൊരു 2, 3, 4 ദിവസത്തേക്കുള്ള കറി കുശാൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിനി വീട്ടിൽ പോകുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ഇന്നത്തെ ദിവസം പറയാനില്ല, കാരണം ഒരു പനിക്കോൾ അവിടെ ഇവിടെയൊക്കെ തട്ടിത്തടഞ്ഞ് നിൽക്കുന്നുണ്ട്. പോവുക, ഉണ്ടാക്കുക, കഴിക്കുക, ഒന്ന് വിശ്രമിക്കുക, എന്നിട്ട് പുനർജനിക്കുക. അപ്പം ശരി. നമ്മുടെ ഒരു ഫുട്ബോൾ കളിക്കാരൻ മുന്നേ അവനൊരു ഹായ് മേടിച്ചുതരാം. ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ. അവൻ കഴിഞ്ഞ ദിവസം ഇവിടെ കളിക്കാൻ വന്നതാണ്. ഹായ് ബ്രോ.